അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1508 സൂറത്തുൽ ഇസ്രാ 70-ാം സൂക്തം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولقد كرمنا بني آدم وحملناهم في البر والبحر ورزقناهم من الطيبات وفضلناهم على كثير ممن خلقنا تفضيلا. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. വലഖദ് കറംന ബനി ആദമ, നിശ്ചയം ആദം നബി അലൈഹി ഇസ്ലാമിന്റെ സന്താനങ്ങൾ അഥവാ മനുഷ്യ സമൂഹത്തെ നാം ആദരിച്ചിരിക്കുന്നു. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹരി, കരയിലും കടലിലും നാം അവരെ വഹിക്കുകയും ചെയ്തിരിക്കുന്നു. വറസഖനാഹും മിനത് തയ്യിബാത്തി, നല്ലതിൽ നിന്ന് നാം അവർക്ക് ഉപജീവനം നൽകുകയും ചെയ്തിരിക്കുന്നു. വഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്ളീല, നാം സൃഷ്ടിച്ച മിക്കതിനേക്കാളും അവർക്ക് നാം ശ്രേഷ്ഠത നൽകുകയും ചെയ്തിരിക്കുന്നു എന്ന് അല്ലാഹു തആല പറഞ്ഞു. കഴിഞ്ഞ ചില ആയത്തുകളിൽ കപ്പലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചലിപ്പിച്ചതും അതേപോലെ കടലിൽ മുങ്ങി മരിക്കുന്നതിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിയതും അടക്കമുള്ള ചില അനുഗ്രഹങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചുവല്ലോ. ആ അനുഗ്രഹങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് ഈ സൂക്തത്തിൽ അള്ളാഹു മനുഷ്യർക്ക് നൽകിയിട്ടുള്ള ആദരവിന്റെയും ബഹുമാനത്തിന്റെയും കാര്യങ്ങൾ ഉണർത്തിക്കൊണ്ട് ആ അനുഗ്രഹത്തിന്റെ പൂർണ്ണത വരുത്തുകയാണ് ചെയ്യുന്നത് എന്ന് ബഹുമാനപ്പെട്ട അബൂ ഹയ്യാൻ റഹിമഹുല്ലാ തന്റെ അൽ ബഹറുൽ മുഹയ്യത്ത് തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. അപ്പൊ ഇവിടെ പറയുന്നത് വലഖദ് കറംന ബനി ആദമ, നിശ്ചയം ആദം സന്തതികളെ അഥവാ മനുഷ്യരെ നാം ബഹുമാനിച്ചിരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. മനുഷ്യന് മറ്റു സൃഷ്ടികളെക്കാൾ മറ്റു ജീവികളെക്കാൾ ഒരുപാട് മഹത്വങ്ങൾ പ്രത്യേകതകൾ അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ശാരീരികമായും ബുദ്ധിപരമായും അവരുടേതായിട്ടുള്ള സകല മേഖലകളുമായി നമ്മൾ ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ മറ്റുള്ളവർക്ക് നൽകാത്ത ഒട്ടനവധി അംഗീകാരങ്ങളും ആദരവുകളും മനുഷ്യർക്ക് അല്ലാഹു തആല നൽകിയതായി കാണാം. അപ്പൊ ഈ ആദരവ് എന്ന് പറയുന്നത് ഏതൊക്കെ രൂപത്തിലുണ്ട്? ജലാലൈനിയിൽ കാണാം ബിൽ ഇൽമി, അറിവ് മുഖേന അല്ലാഹു തആല ഈ ആദരവ് നൽകിയിട്ടുണ്ട്. വന്നു തുഖി, സംസാരശേഷി, അത് മുഖേനയും. വഅ്തിദാലിൽ ഖൽഖി, സൃഷ്ടിപ്പിന്റെ സ്മൂത്തായിട്ടുള്ള ഒരു ശൈലി, അതിലൂടെയും. വഗൈരി ദാലിക, ഇതല്ലാത്ത മറ്റൊരുപാട് കാര്യങ്ങളിലൂടെ അല്ലാഹു തആല ഈ ആദരവ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. വമിൻഹു തഹാറത്തുഹും ബഅദൽ മൗതി, മരണശേഷം മനുഷ്യർക്ക് അവർ ശുദ്ധിയുള്ള തന്നെയാണ്. അഥവാ മരണം നടന്നാലും ശവം എന്ന് പറയില്ല, അഥവാ നജസ് എന്ന അർത്ഥത്തിൽ ശവം എന്ന് പറയില്ല. ഇപ്പൊ നമുക്കറിയാം, ജീവൻ ഇസ്ലാമികമായ അറിവ് നടത്തുന്നതിലൂടെ അല്ലാതെ ജീവൻ പോകുന്ന എല്ലാതും ഭക്ഷ്യോഗ്യമായ ജീവികളാണെങ്കിൽ പോലും അത് ശവമാണ്, നജസാണെന്നാ പറയാം. അതേസമയത്ത് മനുഷ്യൻ മരിച്ചാൽ, മനുഷ്യനാരും അർക്കലൊന്നുമില്ലല്ലോ സാധാരണഗതിയിൽ, അർത്താലും തിന്നാൻ പറ്റുന്ന സാധനമൊന്നും അല്ലാലും. അപ്പൊ അതുകൊണ്ട് മനുഷ്യൻ മരിച്ചാൽ ആ മനുഷ്യനെ നജസാണ്, മാലിന്യമാണ് എന്ന് പറയില്ല. അത് അല്ലാഹു തആല മനുഷ്യന് നൽകിയിട്ടുള്ള ആദരവിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു സംഗതിയാണ് എന്നാണ് ഇവിടെ ബഹുമാനപ്പെട്ട ഖുർആൻ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ ഒരുപാട് മഹാന്മാർ ധാരാളം കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. ബഹുമാനപ്പെട്ട തഫ്സീർ ഖാസിനിൽ നമുക്ക് കാണാം, ഇന്നല്ലാഹ തആല ഖാല ഫി അവ്വലിൽ ആയ വലഖദ് കറംന ബനി ആദം. ഈ ആയത്തിന്റെ തുടക്കത്തിൽ അല്ലാഹു ആദം സന്തതികളെ ബഹുമാനിച്ചു എന്ന് പറയുന്നു. വഫി ആഖിരിഹ ഫളൽനാഹും, അവസാനത്തിൽ ഫളൽനാഹും, അവരെ ശ്രേഷ്ഠമാക്കി എന്നും പറയുന്നുണ്ട്. അപ്പോ ആ ശ്രേഷ്ഠമാക്കി എന്ന് പറയുമ്പോ, അതേപോലെ തന്നെ അവരെ ആദരിച്ചു എന്ന് പറയുമ്പോൾ, ഇത് ഏതൊക്കെ പല വ്യത്യസ്ത മേഖലകളിലാണ്. ശ്രേഷ്ഠത ഒരു റൂട്ടിലൂടെ, ആദരവ് മറ്റൊരു റൂട്ടിലൂടെ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇല്ലെങ്കിൽ ആവർത്തനം എന്നത് വരുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി എന്താണ്? അല്ലാഹു തആല മറ്റു ജീവികളെക്കാൾ
സൃഷ്ടിപ്പ് സംബന്ധമായും ശാരീരികമായും പ്രകൃതിപരമായും ഒട്ടനവധി പ്രത്യേകതകൾ മനുഷ്യന് നൽകിയിട്ടുണ്ട്. ബുദ്ധി എന്നത് അല്ലാഹു തആല മനുഷ്യന് നൽകുന്ന ഒരു സംഗതിയാണ്. സംസാരശേഷി എന്നത് മനുഷ്യന് നൽകുന്ന ഒരു സംഗതിയാണ്. എഴുത്തുകൾക്ക് ഉള്ള സംവിധാനം ഒരുക്കുക എന്നത് മനുഷ്യന് നൽകുന്ന ഒരു അംഗീകാരമാണ്. ഏറ്റവും നല്ല ബോഡി ഷേപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു എന്നത് അവർക്ക് നൽകുന്ന ഒരു അംഗീകാരമാണ്. അതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ബുദ്ധിയും ഈ അറിവും ഉപയോഗപ്പെടുത്തി ശരിയായ വിശ്വാസവും അതേപോലെ ശ്രേഷ്ഠമായ സ്വഭാവ രീതിയുമൊക്കെ സ്വായത്തമാക്കാനുള്ള അവസരവും അതിനുവേണ്ട പിടിപ്പും അല്ലാഹു തആല അവർക്ക് നൽകുന്നു. അപ്പൊ ഇതിലെ ബുദ്ധി നൽകി, അറിവ് നൽകി, ഇതൊക്കെയാണ് തക്രീം അഥവാ വലഖദ് കറംന എന്ന് പറഞ്ഞ തുടക്കത്തിലെ ഉദ്ദേശം. എന്നാൽ ഇത് ഉപയോഗപ്പെടുത്തിയിട്ട് ഒരു മനുഷ്യൻ ശരിയായി ഉൾക്കൊള്ളേണ്ടതും വിശ്വസിക്കേണ്ടതുമായിട്ടുള്ള രീതി തെരഞ്ഞെടുക്കാൻ സാധിക്കുക, ഇതാണ് ഫളൽനാഹും അവരെ ശ്രേഷ്ഠമാക്കി എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം എന്ന് തഫ്സീർ ഖാസിനിൽ നമുക്ക് കാണാം. ഏതായാലും ഇവിടെ ബുദ്ധി എന്നത് മനുഷ്യർക്ക് വിശേഷ ബുദ്ധി, സത്യവും അസത്യവും വിവേചിച്ചറിയാൻ, ന്യായവും അന്യായവും വേർതിരിച്ചു മനസ്സിലാക്കാൻ, ശരിയും തെറ്റും വ്യത്യസ്തമായ രീതിയിൽ അതിന്റെ ശരിയായ അവസ്ഥകൾ ഉൾക്കൊള്ളാൻ, വിവേചിച്ചത് സ്വീകരിക്കാൻ, അതിനെ വ്യത്യസ്തമായ രീതിയിൽ മനസ്സിലാക്കാൻ ഒക്കെയുള്ള പ്രാപ്തി എന്ന് പറയുന്നത് ഈ പറഞ്ഞ ആദരവിന്റെ ഭാഗമാണ്. അപ്പൊ ഇതിലെ ഓരോന്നും നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വലിയ അംഗീകാരമാണ്, ആദരവുള്ളതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അല്ലേ? ഇപ്പൊ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവന് വിശേഷ ബുദ്ധി അല്ലാഹു നൽകി. മറ്റു ജീവികൾക്ക് അത്തരത്തിലുള്ള ഒരു സംവിധാനം പലപ്പോഴും കാണാനില്ല. എന്തോ ഒരു തരം ബുദ്ധി ഉണ്ടാവാം, പക്ഷെ ആ ബുദ്ധി കൊണ്ട് നേരും നെറിയും വേർതിരിച്ച്, ശരിയും തെറ്റും വേർതിരിച്ച് മനസ്സിലാക്കാൻ ആവശ്യമായ അത്രയും ഉയർന്ന അളവിലേക്ക് അത് ഉയരുന്നില്ല. എന്നാൽ മനുഷ്യനത് ആ അർത്ഥത്തിൽ തന്നെ ഉയരുന്നുണ്ട്. അതേപോലെ സംസാരം, ഉള്ളിലുള്ള ആശയം എന്താണെന്ന് കൃത്യമായി പുറത്ത് പ്രകടിപ്പിക്കാനുള്ള, അത് പ്രസന്റ് ചെയ്യാനുള്ള അവസ്ഥ അല്ലാഹു തആല സംസാരം മുഖേന മനുഷ്യന് നൽകുന്നുണ്ട്. അതുപോലെ എഴുത്തുകൾ, ഒരു മനുഷ്യന്റെ വിജ്ഞാന വികാസത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് എഴുത്ത്. അതിനുള്ള അവസരം അല്ലാഹു നൽകുന്നു. അതേപോലെ തന്നെ നല്ല ശാരീരിക രൂപഭംഗി എന്നത്, ഫിസിക്കലായിട്ട് മനുഷ്യന്റെ ആ ബോഡി ഷേപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല ഭംഗിയുള്ള രീതിയിലാണ് ആക്കിയത്. അതുപോലെ തന്നെ അവന് രണ്ടു കാലിൽ നടക്കാനും അതുപോലെ തന്നെ സ്വന്തം കൈകൊണ്ട് ആഹാരം കഴിക്കാനും ഒക്കെയുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു. അതേസമയത്ത് അവന്റെ ജീവിത ഉപാധികൾ കണ്ടെത്താനും എല്ലാ ജീവികളെയും അവന്റെ നിയന്ത്രണത്തിന് കീഴിൽ കൊണ്ടുവരാനുമുള്ള അവസരം അല്ലാഹു തആല നൽകുന്നു. അല്ലെ? മനുഷ്യൻ വാസ്തവത്തിൽ ഒരു ചെറിയ ജീവിയാണ്. പടപ്പുകളെ മൊത്തത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ആനയുമായി കമ്പയർ ചെയ്താൽ മനുഷ്യനൊരു ചെറിയ ജീവിയാണ്. അതേപോലെ ശക്തിയും അതേപോലെ തന്നെ പവറും ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ മനുഷ്യനേക്കാൾ ശക്തിയുള്ള ജീവികളെ നമുക്ക് വേറെ കാണാൻ പറ്റും. നല്ല സ്പീഡിൽ ഓടാൻ മനുഷ്യനേക്കാളും ചിലപ്പോൾ കുതിരക്ക് സാധിച്ചെന്നിരിക്കും. അതേപോലെ നല്ല കേൾവി ശക്തി, അതേപോലെ തന്നെ കാഴ്ചശക്തി, ഇതൊക്കെ മനുഷ്യനേക്കാളുള്ള ജീവികളെ നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റും. ആനയുടെ ശക്തിയെക്കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. സിംഹത്തിന്റെ ധൈര്യത്തെക്കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. അതേപോലെ കോഴിയിലുള്ള ചില ഗുണപരമായിട്ടുള്ള സ്വഭാവങ്ങളെക്കുറിച്ച് നമുക്കറിയാം. എന്നാൽ ഇതെല്ലാം ഉണ്ടായിട്ടും അവകളെക്കാൾ മഹത്വം മനുഷ്യനാണ് വരുന്നത്. അതെന്തുകൊണ്ടാണ്? അവകൾക്കില്ലാത്തൊരു പ്രത്യേകത മനുഷ്യൻ അല്ലാഹു നൽകി. അതാണ് അവന്റെ ബുദ്ധി, വിവേചന ബുദ്ധി, വിവേകം എന്ന് പറയുന്ന ആ ഒരു വിവേചിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധി അത് അവന്റെ മനുഷ്യന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ബുദ്ധി ഉപയോഗിച്ച് ലോകത്തുള്ള എല്ലാ ജീവികളെയും അവന്റെ കൺട്രോളിലും അവന്റെ നിയന്ത്രണത്തിലും നിർത്താൻ അവന് സാധിക്കുന്നു. അതേ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവന് അല്ലാഹു ആരാണെന്ന് മനസ്സിലാക്കാനും അവന്റെ കലാമ് എന്താണെന്ന് ഉൾക്കൊള്ളാനും അല്ലാഹു തആല നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളുടെ ശരിയായ വശങ്ങൾ മനസ്സിലാക്കി അതിന് നന്ദി ചെയ്യുന്ന ഒരു രീതിയിലേക്ക് എത്താനുമൊക്കെ മനുഷ്യന് സാധിക്കുന്നു. ഇതൊക്കെ അല്ലാഹു തആല മനുഷ്യന് മാത്രമായി നൽകിയിട്ടുള്ള വലിയ പ്രത്യേകതകളാണ് എന്ന് മഹാനായ അബൂ ഹയ്യാൻ റഹ്മഹുല്ലാഹ് അവിടുത്തെ തഫ്സീർ അൽ ബഹറുൽ മുഹീത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. മറ്റു മുഫസ്സിറുകളും ഈ ആശയങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, ഇപ്പൊ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന് അവന്റെ സ്വന്തം കൈകൾ കൊണ്ട് ആഹാരം കഴിക്കാനുള്ള അവസരം ഉണ്ടാകുന്നു. അപ്പൊ വേണമെങ്കിൽ ചിലർക്ക് പറയാം, എന്ത് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ കുരങ്ങും അങ്ങനെ തന്നെയല്ലേ, കുരങ്ങും കൈകൊണ്ട് ഭക്ഷണം കഴിക്കൂലേ, കുരങ്ങ് കൈകൊണ്ട് ഭക്ഷണം കഴിക്കൂലേ എന്ന് ചോദിച്ചാൽ അവിടെ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്?
കുരങ്ങ് എന്ന് പറയുന്നത് കൈ അതേപോലെ കാല് എന്ന് നമ്മൾ പറഞ്ഞതിൽ വ്യത്യാസമുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും ആ കുരങ്ങ് അതിന്റെ കൈയും കാലും ഒരേപോലെ യൂസ് ചെയ്തിട്ടല്ലേ നടക്കണേ. അപ്പോ എല്ലാ മ്ലേച്ഛതകളിലും അതേപോലെ തന്നെ എല്ലാ വൃത്തികേടുകളിലും ചവിട്ടിക്കൊണ്ട് നടക്കുന്ന രീതി കാലുകൊണ്ട് ചെയ്യുന്ന അതേ പണി ഈ കൈകൊണ്ടും ചെയ്യുന്നുണ്ട്. എന്നാൽ അവിധത്തിലുള്ള ഒരു കുഴപ്പമില്ലാത്ത വിധത്തിലുള്ള കൈകളാണ് ആർക്ക് മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചത് എന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ മനുഷ്യൻ കൈകൊണ്ട് ആഹാരം കഴിക്കുക എന്നത് അതൊരു പ്രധാനപ്പെട്ട മഹത്വമാണ്. അത് അല്ലാഹു അവന് നൽകിയിട്ടുള്ള ആദരവിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മാറിയ കാലഘട്ടത്തിൽ സ്വീകരിക്കുന്ന ചില പുതിയ സംസ്കാരങ്ങൾ അത് വാസ്തവത്തിൽ ഒരു ശരിയായ നിലപാടല്ല എന്ന് മഹാനായ അല്ലാമ നൈസാബൂരി അവിടുത്തെ ഖറായിബുൽ ഖുർആൻ എന്ന് പറയുന്ന തഫ്സീറിൽ രേഖപ്പെടുത്തിയത് കാണാം. എന്താണ്? ഹാറൂൺ റഷീദ് എന്ന ഭരണാധികാരി അദ്ദേഹത്തെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു റിപ്പോർട്ടുണ്ട്. എന്താണത്? അന്നഹു ഹളറ ലദൈഹി തആമുൻ, മഹാനവറുകളുടെ സന്നിധിയിൽ ഭക്ഷണം എത്തി. അപ്പോൾ ഹളറത്തിൽ മലായിഖ്, സ്പൂണുകൾ കൊണ്ടുവന്ന് വെക്കപ്പെട്ടു. മനസ്സിലായോ? ഭക്ഷണം കഴിക്കാൻ സ്പൂണുകൾ. ഇപ്പൊ നമ്മൾ ഇന്നൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ പല വിധത്തിലുള്ള സാമഗ്രികൾ ഉപയോഗിച്ച് അതുകൊണ്ടൊക്കെ കുത്തിയിട്ട് ഒക്കെ നമ്മൾ ഭക്ഷണം കഴിക്കില്ലേ? അങ്ങനെ ഭക്ഷണം കഴിക്കാൻ സ്പൂണുകൾ കൊണ്ടുവന്ന് വെക്കപ്പെട്ടു. അങ്ങനെ കൊണ്ടുവന്ന് വെക്കപ്പെട്ടപ്പോൾ വഇൻദഹു അബൂ യൂസുഫ് റഹിമഹുല്ലാ എന്ന വലിയ പണ്ഡിതൻ ഹാറൂൺ റഷീദ് ഭരണാധികാരിയുടെ അടുത്തുണ്ടായിരുന്നു. അപ്പൊ ഫഖാല ലഹു, അദ്ദേഹത്തോട് അഥവാ ഹാറൂൺ റഷീദ് ഭരണാധികാരിയോട് ഈ പണ്ഡിതൻ അബൂ യൂസുഫ് എന്നവർ പറഞ്ഞു, ജാ ഫീ തഫ്സീരി ജദ്ദിക ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, അങ്ങയുടെ ഉപ്പുപ്പയായ ഇബ്നു അബ്ബാസ് എന്നവരുടെ തഫ്സീറിൽ ഖുർആൻ വ്യാഖ്യാനത്തിൽ വന്നിട്ടുണ്ട്. എന്ത്? അന്നഹാദ തക്രീമ വലഖദ് കറംനാ ബനി ആദം എന്ന് പറഞ്ഞില്ലേ, മനുഷ്യനെ നാം ആദരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഈ ആദരവ് അത് അന്നഹു ജഅല ലഹും അസാബിഅ യഅകുലൂന ബിഹാ, ഭക്ഷണം കഴിക്കുന്ന വിരലുകൾ അല്ലാഹു തആല മനുഷ്യന് നൽകിയെന്നത് ആ ആദരവിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി അല്ലാഹു തആല നമുക്ക് തന്ന കൈകൾ ഉണ്ടായിരിക്കെ, ആ കൈകൾ പ്രവർത്തനക്ഷമമായിരിക്കെ, ആ കൈകൾ ഉപേക്ഷിച്ച് സ്പൂണ് കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന സംസ്കാരം, ആ സംസ്കാരം അത്ര ശരിയായി തോന്നുന്നില്ല എന്ന് അബൂ യൂസുഫ് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ നിലപാട് അറിയിച്ചു. അപ്പോൾ ബഹുമാനപ്പെട്ട ഹാറൂൺ റഷീദ് എന്നവർ ഫറദ്ദൽ മലായിഖ വഅഖല ബി അസാബിഹി, ആ സ്പൂണുകളൊക്കെ മടക്കുകയും അത് പിന്നെ തിരിച്ചെടുക്കാൻ പറയുകയും എന്നിട്ട് വിരലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുകയും ചെയ്തു എന്ന് ഖറായിബുൽ ഖുർആൻ എന്ന് പറയുന്ന അല്ലാമ നൈസാബൂരിയുടെ തഫ്സീറിൽ നമുക്ക് കാണാം. അപ്പൊ നോക്കൂ, നമുക്ക് അല്ലാഹു തആല മനുഷ്യന് ഒരുപാട് പ്രത്യേകതകൾ നൽകിയിട്ടുണ്ട്. അവന്റെ വിശേഷ ബുദ്ധി എന്ന് പറയുന്നത് ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതേപോലെ മറ്റൊരു സംഗതിയാണ് അവന്റെ സംസാരിക്കാനുള്ള കഴിവ് എന്ന് പറയുന്നത്. ഉള്ളിലുള്ള ആശയം മറ്റുള്ളവരുടെ മുന്നിൽ കൃത്യമായി അവതരിപ്പിക്കാനും പ്രസന്റ് ചെയ്യാനുമുള്ള കഴിവ് അത് മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. കാരണം അവന്റെ മനസ്സിൽ എന്താണോ ഉള്ള ആശയം, ആ ആശയം മറ്റുള്ളവർക്ക് കൃത്യമായി ബോധിപ്പിച്ചു കൊടുക്കാൻ മറ്റു ജീവികൾക്കില്ലാത്തൊരു സിദ്ധി മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. അപ്പൊ ഒരു പക്ഷേ ചോദ്യം വരാം, അങ്ങനെയാണെങ്കിൽ സംസാരശേഷിയില്ലാത്ത മനുഷ്യന്മാരില്ലേ, അവർക്ക് വാസ്തവത്തിൽ ആ കഴിവില്ലാതെ പോയില്ലേ, എങ്കിൽ അവർക്ക് ഈ ആദരവ് ബാധകമല്ലേ എന്ന ചോദ്യത്തിന് സാധ്യതയുണ്ട്. എന്നാൽ ആ സാധ്യത അത്ര ശരിയായതല്ല. എന്തുകൊണ്ട്? സംസാരശേഷിയില്ലാത്ത മനുഷ്യന്റെ സംസാര ഭാഷ, അവനൊരു ഭാഷയുണ്ട്, അവനൊരു ശൈലിയുണ്ട്. ആ ശൈലിയിൽ നിന്ന് ആശയങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ആംഗ്യഭാഷയിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും കൃത്യമായി ഉൾക്കൊള്ളാനുമുള്ള യോഗ്യതയും അതിനാവശ്യമായിട്ടുള്ള അവസ്ഥയും കൃത്യമായിട്ട് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ് അതിന് മറുപടിയായിട്ട് പറയുന്നത് എന്ന് കാണാം. ഏതായാലും ശരി, അതേപോലെ മറ്റു ജീവികളെല്ലാം കൺട്രോൾ ചെയ്യാനും നിയന്ത്രിക്കാനുമുള്ള കഴിവ് അല്ലാഹു തആല മനുഷ്യന് നൽകുന്നു. അപ്പൊ നോക്കൂ, ഈ ഭൂമി മുഴുവനും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒരു ഉമ്മയെപ്പോലെ, അഥവാ അവനെ സംരക്ഷിക്കുന്ന, അവനെ പരിചരിക്കുന്ന ഉമ്മയെപ്പോലെ അവന്റെ ഭൂമിയെ മൊത്തം അല്ലാഹു തആല മനുഷ്യന് സംവിധാനിച്ചു കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവന് ഒരു കിടക്കാനുള്ള വിരിപ്പും അതേപോലെ തന്നെ വിശ്രമിക്കാനുള്ള തൊട്ടിലും, കുഞ്ഞിന് തൊട്ടിലെന്ന പോലെ ഈ ഭൂമിയെ അല്ലാഹു തആല സംവിധാനിച്ചു കൊടുത്തിരിക്കുന്നു. ഈ ഭൂമിയിലുള്ള വെള്ളം ഉപയോഗപ്പെടുത്തി, ഈ ഭൂമിയിലെ വായു ഉപയോഗപ്പെടുത്തി, അതേപോലെ തന്നെ ഇവിടെയുള്ള തീയും അതുപോലെ ഇവിടെയുള്ള മറ്റ് സസ്യങ്ങളും ജീവികളും ഇവകളൊക്കെ ഉപയോഗപ്പെടുത്തി മനുഷ്യന്റെ ജീവിതം സ്മൂത്തായി മുന്നോട്ട് പോകാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ അല്ലാഹു തആല മനുഷ്യന് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട
ബഹുമാനപ്പെട്ട നൈസാബൂരി റഹിമഹുല്ലാഹ് അവിടുത്തെ റായിബുൽ ഖുർആനിൽ പറഞ്ഞു. ഇതെല്ലാം ഇങ്ങനെ ഓരോന്നും വിശദീകരിച്ചുകൊണ്ട് മഹാനവറുകൾ പറഞ്ഞു, വബിൽ ജുംലത്തി, മൊത്തത്തിൽ ഇത്രയും വിശദീകരിച്ചതിന്റെ ആകെ ചുരുക്കം, ഫഹാദൽ ആലമു ബി അസ്രിഹി, ഈ ലോകം മുഴുവനും ഖറിയത്തിൻ മഅമൂറ, ഒരു സംവിധാനങ്ങളെല്ലാം ഒരുക്കപ്പെട്ടിരിക്കുന്ന, അവിടെ പരിപാലനങ്ങളെല്ലാം കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമം പോലെ മനുഷ്യൻ അല്ലാഹു തആല സംവിധാനിച്ചു കൊടുത്തിരിക്കുകയാണ്. വൽ ഇൻസാനു ഫീഹി, ആ ഭൂമിയിൽ മനുഷ്യൻ കർറഈസിൽ മഖ്ദൂമി വൽ മലിക്കിൽ മുതാഅ, അനുസരിക്കപ്പെടുന്ന ഒരു രാജാവിനെ പോലെ, അതേപോലെ സേവനങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ കാത്തു നിൽക്കുന്ന ഒരു ലീഡർഷിപ്പ് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടയാളെ പോലെ അല്ലാഹു തആല മനുഷ്യനെ സംവിധാനിച്ചിരിക്കുകയാണ്. അപ്പൊ മനുഷ്യൻ അല്ലാഹു തആല നൽകിയിട്ടുള്ള ആദരവിന്റെ കൂട്ടത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ട സംഗതികളാണിത് എന്ന് ബഹുമാനപ്പെട്ടവർ വിശദീകരിച്ചു. ഇനിയും നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയിട്ടുള്ള ആദരവിന്റെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു ആദരവാണ് മനുഷ്യ സമൂഹത്തിന്റെ പിതാവായ ആദം നബി അലൈഹിസ്സലാമിനെ കൊണ്ട് മലക്കുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ കൊണ്ട് ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യിപ്പിച്ചു എന്നത്. അത് മൊത്തത്തിൽ മനുഷ്യനുള്ള അംഗീകാരത്തിന്റെ ഭാഗമാണ്. ഇനി മനുഷ്യന്മാർക്ക് മൊത്തം സേവനം ചെയ്യുന്നതിന്റെ ഭാഗമായി അള്ളാഹുവിന്റെ പ്രത്യേക ബഹുമാനമുള്ള ഒരു കുറ്റങ്ങളും തെറ്റുകളും ആലോചിക്കുക പോലും ചെയ്യാത്ത വിശുദ്ധരായിട്ടുള്ള ഇബാദും മുക്റമൂൻ എന്ന അല്ലാഹു തആല പരിചയപ്പെടുത്തിയ ആദരണീയരായിട്ടുള്ള അടിമകൾ എന്ന് പറഞ്ഞ ആ മലക്കുകളെ മനുഷ്യന്റെ സേവനത്തിനു വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അല്ലേ? മനുഷ്യന്റെ കാവലിനു വേണ്ടി, സുരക്ഷിതത്വത്തിനു വേണ്ടി അല്ലാഹു തആല മലക്കുകളെ ഏർപ്പാടാക്കി എന്ന് പറഞ്ഞാൽ ലഹു മുഅഖിബാത്തും മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫദൂനഹു മിൻ അംരില്ലാഹ് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ? മലക്കുകൾ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം മനുഷ്യന്റെ സുരക്ഷിതത്വത്തിന്, അവന്റെ സേഫ്റ്റിക്ക് വേണ്ടി അല്ലാഹു തആല അവൻ ഒരുക്കി നിർത്തുന്നുണ്ട്. അതേപോലെ തന്നെ അവരുടെ അമലുകൾ, അവരുടെ പ്രവർത്തനങ്ങൾ, അതൊക്കെ രേഖപ്പെടുത്തുന്നതിനു വേണ്ടി അല്ലാഹു തആല മലക്കുകളെ ഏർപ്പാടാക്കുന്നു. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ് എന്ന് വിശുദ്ധ ഖുർആനിൽ കാണാം. നമ്മൾ പറയുന്നതെല്ലാം കൃത്യമായി രേഖപ്പെടുത്താൻ അല്ലാഹു തആല റഖീബ് അതീദ് എന്ന് മലക്കുകളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. വേറെയും നമ്മുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധാരാളം മലക്കുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചാർജ് കൊടുത്തിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട അബൂ ഹയ്യാൻ റഹിമഹുല്ലാഹു തആല ബഹറുൽ മുഹീത്ത് തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാക്കി ജീവികൾക്കൊക്കെ ഏതൊക്കെ അംഗീകാരങ്ങളും ആദരവുകളും ഉണ്ടെങ്കിലും ആ ആദരവുകളെക്കാളെല്ലാം അതിജയിക്കാൻ പറ്റുന്ന ബുദ്ധിശക്തി കൊണ്ട്, അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള പ്രത്യേകമായിട്ടുള്ള കഴിവുകൊണ്ട് അള്ളാഹു മനുഷ്യനെ ആദരിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ജലാലൈനിയിൽ പറഞ്ഞു, ഒമിൻഹു തഹാറത്തുഹും ബഅദൽ മൗതി, മരണശേഷവും അവർ നജസല്ല, അഥവാ സാധാരണ ജീവൻ പോയാൽ ശവം എന്ന് പറയുമെങ്കിലും മനുഷ്യന്റെ ശരീരത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു ശവം എന്ന് മലിനം എന്ന അർത്ഥത്തിൽ പറഞ്ഞുകൂടാ. അത് ആ ആദരവിനെതിരാണ്. അതുകൊണ്ട് ഫദവാതു ബനി ആദമ താഹിറത്തുൻ ബഅദൽ മൗതി, മരണത്തിന് ശേഷവും മനുഷ്യന്റെ ശരീരം, ആ ബോഡി, അത് ശുദ്ധിയുള്ളതാണ്. എന്നാൽ അവിശ്വാസികൾ നജസാണ് എന്ന പ്രയോഗം വിശുദ്ധ ഖുർആനിലുണ്ടല്ലോ, ഇന്നമൽ മുശ്രികൂന നജസുൻ എന്ന്. അതവന്റെ ആന്തരികമായിട്ടുള്ള വിശ്വാസത്തിന്റെ രാഹിത്യവും അതേപോലെ വിശ്വാസരംഗത്തുള്ള അവന്റെ കളങ്കത്തെ സംബന്ധിച്ചുമാണ് സൂചിപ്പിച്ചിട്ടുള്ളത് എന്ന് കാണാം. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഈ ആദരവിന്റെ ഭാഗമായി വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹരി, അവരെ കരയിലും കടലിലും നാം വഹിച്ചു. ചാൽ അവരുടെ യാത്രക്ക്, ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള യാത്രക്കാവശ്യമായിട്ടുള്ള സംവിധാനങ്ങളെല്ലാം അവർക്ക് ഒരുക്കാനുള്ള അവസരങ്ങൾ നാം ഉണ്ടാക്കി കൊടുത്തു. അല്ലാഹു തആല മനുഷ്യന് നൽകിയ ആദരവിന്റെ ഭാഗമായി, അനുഗ്രഹത്തിന്റെ ഭാഗമായി അവർക്ക് കരയിലൂടെ യാത്ര ചെയ്യാൻ ഒരുപാട് മൃഗങ്ങൾ, അതേപോലെ തന്നെ വാഹനങ്ങൾ, അതൊക്കെ അല്ലാഹു സംവിധാനിച്ചു. അന്തരീക്ഷത്തിലൂടെ യാത്ര ചെയ്യാൻ ഫ്ലൈറ്റുകളുടെ സംവിധാനം പോലും ഇന്ന് നമുക്ക് സർവ്വസാധാരണമായി കാണാവുന്നതാണ്. കടലിലൂടെ യാത്ര ചെയ്യാൻ കപ്പലും അതേപോലെ തന്നെ തോണിയും വഞ്ചിയും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഒരുക്കി കൊടുത്തു. അതോടൊപ്പം തന്നെ റസഖനാഹും മിനത് തയ്യിബാത്തി, അവർക്ക് നല്ല ഇനം ഭക്ഷണം അതും നാം അവർക്ക് നൽകുകയുണ്ടായി. നല്ല ഇനം ഭക്ഷണം, കഴിക്കാൻ ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണവും അതേപോലെ തന്നെ കുടിക്കാൻ നല്ല രസമുള്ള പാനീയവും അവർക്ക് അല്ലാഹു തആല സംവിധാനിച്ചു കൊടുത്തു. മാംസം, അതേപോലെ നെയ്യ്, അതുപോലെ പാല്, അതുപോലെ ധാന്യങ്ങൾ, പച്ചക്കറികൾ,
ഓരോ കാലഘട്ടങ്ങളിലും വ്യത്യസ്തമായ സീസൺ അനുസരിച്ച് അതെല്ലാം മനുഷ്യന്റെ ഉപയോഗത്തിനു വേണ്ടി അല്ലാഹു തആല സംവിധാനിച്ചു കൊടുത്തു. ഇതെല്ലാം അതായത് സസ്യങ്ങളായാലും സസ്യബുക്ക് അല്ലെ മാംസബുക്ക് ഇങ്ങനെ രണ്ടിലേതായാലും വെജായാലും നോൺ വെജായാലും രണ്ടും അവന്റെ ജീവിതത്തിന്റേതായിട്ടുള്ള സംവിധാനങ്ങളിൽ ശരിയായ അർത്ഥത്തിൽ തന്നെ ഉപയോഗിക്കാൻ മനുഷ്യന് നമ്മുടെ സംവിധാനം ഒരുക്കി കൊടുത്തു. ഇത് അവരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് നാം നൽകിയിട്ടുള്ള വലിയ അംഗീകാരമാണ്. അതാണ് റസഖനാഹും മിനത്ത് തയ്യിബാത്ത്, ഏറ്റവും നല്ലതിൽ നിന്ന് നാം അവർക്ക് ഉപജീവനം നൽകി. വഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്ളീല, നാം സൃഷ്ടിച്ചിരിക്കുന്ന മിക്ക സൃഷ്ടികളെക്കാളും നാം മനുഷ്യന് ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സൃഷ്ടിയാണ് മനുഷ്യൻ. ചില വിഷയങ്ങളിലൊക്കെ ചിലർക്ക് അല്ലെങ്കിൽ ചിലതിനൊക്കെ പൊതുവായിട്ടുള്ള ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായെന്നിരിക്കാം. എന്നാലും പൊതുവിൽ മനുഷ്യന് തന്നെയാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠതയും ബഹുമാനവും. മനുഷ്യൻ നന്നായാൽ മലക്കിനേക്കാളും ഉയരാൻ സാധിക്കുന്ന അവസ്ഥ വരെ മനുഷ്യനുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത്രയ്ക്ക് ആദരവ് നൽകപ്പെട്ട മനുഷ്യൻ മോശമായാലോ മൃഗത്തെക്കാളും തരം താഴ്ന്ന സാഹചര്യവും ഉണ്ടാകുമെന്ന് തിരിച്ചറിയുകയും മൃഗീയതയിലേക്ക് പോകുന്നതിന് പകരം മനുഷ്യത്വത്തിന്റെ മഹത്വം ഉയർത്തിപ്പിടിച്ച് നമ്മുടെ ജീവിതത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആ അംഗീകാരത്തിലായിട്ട് അടിയുറപ്പിച്ച് നിർത്താൻ പരിശ്രമിക്കുകയാണ് ബുദ്ധിയുള്ളവർ ചെയ്യേണ്ടത് എന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്ത ബോധത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.